ഞാൻ മനസ്സിലാക്കുന്നത് മാമിന് ഈ സന്യാസത്തിലേക്ക് വരുന്നതിന് മുൻപ് സർക്കാർ ജോലി ഉണ്ടായിരുന്നു, അതും ഇപ്പോഴുമുണ്ട്. ഞാൻ കേരള പോലീസിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായിട്ട് കൊല്ലം ജില്ലയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ. അതെ, ഇത് പ്രത്യേകിച്ച് ഓഷോയുടെ നവസന്യാസം നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ മികച്ചവരായിരിക്കുക എന്നതാണ്. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും പ്രത്യേകിച്ചല്ലാതെ ഓഷോയുടെ നവസന്യാസത്തെപ്പറ്റി ഓഷോ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓഷോ ഭൗതിക ശരീരത്തിൽ ഉണ്ടായിരുന്ന കാലത്തും വിവിധ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്യാസിമാരെല്ലാം തന്നെ. നവസന്യാസത്തിൽ അദ്ദേഹം വെച്ചിട്ടുള്ള കാര്യവും അത് തന്നെയാണ്. നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ആനന്ദത്തിലായിരിക്കുക, എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഏറ്റവും മികച്ചവരായിരിക്കുക. ഒരു ഓഷോ മുന്നോട്ട് വെച്ചത് നമ്മുടെ വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ 112 മെഡിറ്റേഷൻ ടെക്നിക്സുകളിൽ നിന്നും അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്തെടുത്ത 15 ആക്റ്റീവ് മെഡിറ്റേഷനുകളുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്ന് മുടങ്ങാതെ ചെയ്യുക എന്നൊരു നിബന്ധന മാത്രമാണ് ഈ നവസന്യാസത്തിനുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഓഷോ ഇതിലൊക്കെ ഒരു താല്പര്യം തോന്നുകയും, കാരണം കേരളത്തിൽ അങ്ങനെ നമ്മൾ അത്രയധികം കേട്ട് പരിചയവും അങ്ങനെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അതിലേക്ക് പോയത് വായിക്കുന്നവരുണ്ടാകാം, പക്ഷെ അങ്ങനെ ഞാൻ ആ സന്യാസിയാണെന്ന് പറഞ്ഞ് പേര് മാറിപ്പോയതും ഒക്കെ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത, അതിലേക്ക് പോകാനുള്ള ഒരു ഇതെന്തായിരുന്നു? ഇറ്റ്സ് എ മെസ്സേജ് ഫ്രം ഓഷോ. ഞാൻ 2009 ആക്ച്വലി ആദ്യമായി ഓഷോയെ പറ്റി കേൾക്കുന്നത് പോലും. എന്ന് വെച്ചാൽ ഓഷോയുടെ ഒരു ബുക്ക് ഒരു ആളുടെ കൈവശം കാണുകയും ആ കവർ പേജ് അതിൻ്റെ ആ മുഖം, ഓഷോയുടെ മുഖം കണ്ട ആ നിമിഷം തന്നെ എന്നിലൊരു പരിവർത്തനം ഉണ്ടായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ പിന്നീട് സൈലൻസ്, കേരളത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജോസി സാറാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഓഷോയുടെ ചെയ്തിട്ടുള്ള സൈലൻസിൻ്റെ പുസ്തകങ്ങളാണ്. അപ്പോൾ ആ പുസ്തകങ്ങൾ ഞാൻ ട്രിവാൻഡ്രത്ത് തന്ന ആ സമയത്ത് അവർക്കൊരു പാളയത്ത് സൈലൻസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ അവരത് നിർത്തിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മുഴുവൻ പുസ്തകങ്ങളും കളക്ട് ചെയ്യുകയും പിന്നീട് ഓഷോയുടെ ഒരു വായനയുടെ കാലമായിരുന്നു. 2019 ഞാൻ സന്യാസം സ്വീകരിച്ചത്. ഇതിൽ അറിയാത്തത് കൊണ്ടുകൂടിയാണ്. നമ്മുടെ പ്രേക്ഷകർക്കും ഒരു പക്ഷേ ഈ മേഖലയിൽ അധികം അറിവുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉള്ളവരുണ്ടാകും. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? ഈ ഓഷോ സന്യാസത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓഷോ സന്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഷോ യാതൊരു നിബന്ധന, ഓഷോയെപ്പറ്റി അറിയാവുന്നവർക്കറിയാം, യാതൊരു നിബന്ധനകൾ ആരുടെയും ജീവിതത്തിൽ വെച്ചിട്ടില്ല. സന്യാസം ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ എന്ത് ചെയ്യുന്നുവോ അത് അവബോധത്തിൽ ചെയ്യുക. എവരി ആക്ട് വിത്ത് അവയർനെസ്, ജാഗ്രതയോടെ അവബോധത്തിലായിരിക്കുക. നിങ്ങൾ കുടുംബിനി ആയിക്കൊള്ളട്ടെ, ഓഫീസറായിക്കൊള്ളട്ടെ, പിന്നെ സ്കൂൾ സ്റ്റുഡൻ്റ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയാലും അത് മികച്ച അവബോധത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? സാധാരണ ഒരാളായിരിക്കുന്ന ആളാണല്ലോ ഓഷോ സന്യാസത്തിലേക്ക് വരുന്നത്. ഈ ഓഷോ സന്യാസത്തിന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ആർക്കും അതിലേക്ക് വരാം. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ എവിടെ ആയിരിക്കുന്നു, ഇപ്പം ഗൃഹസ്ഥയായ ഒരാൾ, കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, ഇവർക്കെല്ലാം തന്നെ വരാം. ഒരേ ഒരു നിബന്ധന മാത്രമേ അതിനകത്ത് വെച്ചിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തി, ഇപ്പം നടക്കുകയാണെങ്കിൽ ഞാൻ നടക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് നടക്കുക. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ 100 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും ബിഹൈൻഡ് പല ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുഞ്ഞു പ്രവൃത്തികളിലേക്ക് നടക്കുമ്പോൾ നടക്കുകയാണെന്ന്, എഴുതുമ്പോൾ എഴുതുകയാണെന്ന്, ജോലിയിൽ നിൽക്കുമ്പോൾ ഞാൻ ആ ഡ്യൂട്ടിയിൽ ആ സ്ഥലത്ത് ആയിരിക്കുന്നു, നമ്മുടെ നമ്മുടെ അസ്തിത്വത്തിലേക്ക് ദൈവികതയുടെ ഒരു കണത്തെ കൊണ്ടുവരിക, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ യാതൊരു തരത്തിലുള്ള നിബന്ധനകളുമില്ല. നിങ്ങൾക്ക് എന്ത് ജോലിയും എന്ത് ഭൗതികമായ എന്ത് കാര്യങ്ങളും ജാഗ്രതയോടെ ചെയ്യുക എന്നത് മാത്രമാണ്. പിന്നെ സന്യാസത്തിലേക്ക് വരുമ്പോൾ ഓഷോ തന്നെ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഈ പറഞ്ഞ മെഡിറ്റേഷനുകളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഓഷോ സന്യാസിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. അതും ഒരു നിബന്ധനയല്ല. ഓഷോ അങ്ങനെ ഒരാളായിരുന്നു. NTV UAE to the world.